കർണാടകയിൽ തിരഞ്ഞെടുപ്പ് പോര് മുറുകുകയാണ്. മണ്ഡലം ഏത് വിധേനയും കൈയടക്കാൻ മുന്നണികൾ തയ്യാറെടുത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ അതിന് സജ്ജമായി കഴിഞ്ഞു. ബംഗാരപ്പയുടെയും യെദ്യൂരപ്പയുടെയും മക്കൾക്ക് പുറമെ മണ്ഡലത്തിൽ മറ്റൊരു അപ്പ കൂടി കടന്നു വരികയാണ്. അതെ, KS ഈശ്വരപ്പ. BJP-കാരനായ ഈശ്വരപ്പ മണ്ഡലത്തിൽ ഇത്തവണ വോട്ട് ചോദിക്കുന്നത് BJP-കാർക്കെതിരായിട്ടാണ്. ത്രികോണപ്പോരിൽ കർണാടകയിലെ ശിവമൊഗ്ഗയിൽ BJP വിമതൻ കൂടി എത്തിയതോടെ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുമെന്നതും തീർച്ചയാണ്. ഈശ്വരപ്പ മോദിയുടെ സ്വപ്നത്തിന് വിലങ്ങുതടിയാകുമോ? പരിശോധിക്കാൻ വിശദമായി. നമസ്കാരം, ഞാൻ കുഞ്ചു മുരളി. നാളെ നടക്കുന്ന മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് ശിവമൊഗ്ഗ. BJP സ്ഥാനാർത്ഥിയും BJP വിമത സ്ഥാനാർത്ഥിയും നേർക്കുനേർ എത്തുമ്പോൾ ആരാണ് വാഴുക എന്ന് പറയാൻ പ്രയാസമാകും. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഗീതാ ശിവരാജ് കുമാർ കൂടി കളത്തിലിറങ്ങുമ്പോൾ മത്സരഫലം പ്രവചനാതീതമാണ്. ബംഗാരപ്പയുടെയും യെദ്യൂരപ്പയുടെയും മക്കൾക്ക് പുറമെ KS ഈശ്വരപ്പ എന്ന അപ്പ കൂടി തിരഞ്ഞെടുപ്പ് കളത്തിൽ ഇറങ്ങിയതോടെ കർണാടകയിലെ ശിവമൊഗ്ഗയിൽ ത്രികോണ പോരിന് സജ്ജമായിരിക്കുകയാണ്. രാജ്യമെങ്ങും BJP മോദിയുടെ പേരിൽ വോട്ട് ചോദിക്കുമ്പോൾ പാർട്ടിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് KS ഈശ്വരപ്പ ഇവിടെ മോദിയുടെ പേരിൽ BJPക്ക് എതിരെയാണ് വോട്ട് ചോദിക്കുന്നത്. മോദി മൂന്നാമതും പ്രധാനമന്ത്രിയാകുമെന്നും എന്നാൽ യെദ്യൂരപ്പയുടെ കുടുംബവാഴ്ച അവസാനിക്കണമെന്നും ഈശ്വരപ്പ പറയുന്നുണ്ട്. ഈശ്വരപ്പയുടെ മകൻ KE കന്ദേഷിന് ഹവേരിയിൽ സീറ്റ് നൽകാമെന്ന വാക്ക് BS യെദ്യൂരപ്പ തെറ്റിച്ചുവെന്നും പകരം മുൻ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയെ ഹവേരിയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തുവെന്നും ഇയാൾ അവകാശവാദം ഉന്നയിക്കുന്നു. മുൻ ഉപമുഖ്യമന്ത്രിയും OBC കുറുബ നേതാവുമായ ഈശ്വരപ്പ അതോടെ പോരിനിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതോടുകൂടി ശിവമൊഗ്ഗയിൽ ചിത്രം മാറി മറിയുകയാണ്. ഈശ്വരപ്പയുടെ വീട്ടുമുറ്റത്തും പ്രചാരണ വേദികളിലും കട്ടൗട്ടുകളായും പോസ്റ്ററുകളായും മോദി മയം തന്നെയാണ്. പക്ഷേ ഇത് ചോദ്യം ചെയ്ത് BJP കോടതി കയറിയെന്നും അദ്ദേഹത്തിന് ഒരു കുലുക്കവുമില്ല. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ചിത്രം താൻ ഇനിയും ഉപയോഗിക്കുമെന്ന തീരുമാനമെടുത്തിരിക്കുകയാണ് ഈശ്വരപ്പ. ഹിന്ദുത്വ നേതാക്കളെ യെദ്യൂരപ്പ തടയുന്നുവെന്ന് ആരോപിച്ച് മത്സരത്തിനിറങ്ങിയ ഈശ്വരപ്പ പത്രികാ സമർപ്പണ റാലിയിൽ 35,000 പേരെയാണ് സ്വരൂപിച്ചത്. ബംഗാരപ്പയുടെ മകളും കന്നഡ സിനിമയിലെ ഹാട്രിക് സ്റ്റാർ ശിവരാജ് കുമാറിൻ്റെ ഭാര്യയുമായ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഗീതാ ശിവരാജ് കുമാറിൻ്റെ പ്രചാരണത്തിന് കന്നഡ ചലച്ചിത്ര ലോകം ഒന്നടങ്കമുണ്ട്. സിദ്ധരാമയ്യ സർക്കാരിൻ്റെ 5 ജനക്ഷേമ പദ്ധതികളാണ് കോൺഗ്രസിൻ്റെ തുറുപ്പുചീട്ട്. ജയിലർ സിനിമയിലൂടെ സൗത്ത് ഇന്ത്യക്കാർക്കും ഒട്ടേറെ കന്നഡ ചിത്രങ്ങളുടെ കർണാടകയിലും തിളങ്ങുന്ന ശിവരാജ് കുമാറിൻ്റെ ഭാര്യ തിരഞ്ഞെടുപ്പിനെത്തുമ്പോൾ മത്സരം കടുക്കുമെന്നതും തീർച്ചയാണ്. ഗീതയുടെ സഹോദരനും പ്രാഥമിക വിദ്യാഭ്യാസ മന്ത്രിയുമായ മധു ബംഗാരപ്പയ്ക്കാണ് പ്രചാരണ ചുമതല. മറ്റൊരു സഹോദരൻ കുമാർ ബംഗാരപ്പ BJP സ്ഥാനാർത്ഥിയും യെദ്യൂരപ്പയുടെ മൂത്ത മകനുമായ BY രാഘവേന്ദ്രയുടെ പ്രചാരണത്തിന് മുൻനിരയിലുണ്ട്. ശിവമൊഗ്ഗയിൽ കർണാടക മുൻ മുഖ്യമന്ത്രിയായ S ബംഗാരപ്പയുടെയും BS യെദ്യൂരപ്പയുടെയും കുടുംബങ്ങൾ 5ാം തവണയാണ് നേർക്കുനേർ പോരാടുന്നത്. അവർക്ക് പുറത്തു നിന്നൊരാളെ ശിവമൊഗ്ഗ തിരഞ്ഞെടുക്കുന്നത് ഒരിക്കൽ മാത്രമാണ്. അത് 1998-ൽ BJPയുടെ അയന്നൂർ മഞ്ജുനാഥിനെയാണ്. സോറാബയിൽ നടന്ന BJP പ്രചരണ റാലിയിൽ ശിവമൊഗ്ഗയിലെ വിമാനത്താവളം ഉൾപ്പെടെയുള്ള വികസന പദ്ധതികളും മോദി പ്രഭാവവുമാണ് രാഘവേന്ദ്രൻ നിരത്തുന്നത്. യെദ്യൂരപ്പയ്ക്കൊപ്പം ഇളയ മകനും BJP സംസ്ഥാന പ്രസിഡന്റുമായ BY വിജയേന്ദ്ര രാഘവേന്ദ്രയ്ക്കായി പ്രചാരണം നയിക്കുന്നുമുണ്ട്. മുന്നണിയിലെ പ്രബലരുടെ മക്കളും സഹോദരങ്ങളുമൊക്കെ പരസ്പരം പോരടിക്കുമ്പോൾ വിജയം കൈവരിക്കാനാകുമെന്ന ഉറപ്പിലാണ് BJP വിമതൻ ഈശ്വരപ്പ. മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 94 സീറ്റ് 42 BJP മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഇടങ്ങളാണ്. കഴിഞ്ഞ 3 വർഷത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ BJP മുന്നേറുമ്പോൾ ഇന്ത്യ മുന്നണി ഇവിടങ്ങളിൽ എത്ര കണ്ട് വിജയിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.